നമസ്കാരം. ആരോഗ്യ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം സാധാരണക്കാരായ ആളുകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ് ചില അസുഖങ്ങൾക്ക് ബാധകമാകുന്ന ചികിത്സാ ചെലവ്. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രിയെയോ ആശ്രയിച്ചാൽ പോലും ചികിത്സകൾക്കായി വലിയ തുക നൽകേണ്ടതായി വരും. ഇത് പ്രധാനമായും ഇടത്തരക്കാരായ കുടുംബങ്ങളെ അവരുടെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. അതിനുള്ള പോംവഴി എന്നത് പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുക എന്നതാണ്. എന്നാൽ കേരളത്തിൽ നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർ ആണ്. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ അതിനുകൂടി പരിഹാരം ഉണ്ടാക്കുകയാണ്. സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അറിയിച്ചത്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ്, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവയിൽ ഉൾപ്പെടാത്ത മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിനു കൂടി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മറ്റ് ഇൻഷുറൻസ് പദ്ധതികളിൽ പെടാത്ത 32 ലക്ഷം കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസകരമാകും എന്നാണ് കണക്കുകൂട്ടൽ. എംപാനൽ ചെയ്ത 200 സർക്കാർ ആശുപത്രികളിലും 300 സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ വിവിധ തലങ്ങളിൽ ഉള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന പദ്ധതിക്ക് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയത്. വിഷൻ 2031 അവലോകന യോഗങ്ങളിലും ഇത് സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ഈ പദ്ധതിക്ക് വേണ്ടി 50 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നീക്കിവെച്ചത്. സംസ്ഥാനത്ത് കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷയാണ് നൽകി വരുന്നത്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ്പ് പദ്ധതി പ്രകാരം ഇത്തരത്തിൽ കാർഡുകൾ നൽകി കഴിഞ്ഞിട്ടുള്ളത്. ഇതിനു പുറമെ കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും ലഭിക്കുന്നുണ്ട്. വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ അധിക ചികിത്സാ ആനുകൂല്യവും ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെ തുടർ നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയതായാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. 5 വർഷം കൊണ്ട് 8425 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നാണ് സർക്കാർ കണക്കുകൾ. ഒരു ചികിത്സാ പദ്ധതിയിലും അംഗമല്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇനി ആശ്വാസകരമാകാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനം ആണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.